റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വതആല വബർക്കാത്തുഹു. ഖുർആനിനെയും ഹദീസിനെയും അടിസ്ഥാനമാക്കി ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ മനുഷ്യരാശിക്ക് മുമ്പിൽ തുറക്കുകയാണ് ഞങ്ങൾ ഈ പരിപാടിയിലൂടെ. വിശുദ്ധിയുടെ പാതയിലൂടെ ഏവർക്കും സ്വാഗതം. വിശുദ്ധിയുടെ പാതയിൽ ഇന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി റംസാൻ മാസങ്ങളിൽ ഞങ്ങൾ അവതരിപ്പിച്ച ഖുർആനിലൂടെ എന്ന പരിപാടിയിലൂടെ ലോക മലയാളികൾക്ക് സുപരിചിതനായ പ്രമുഖ മതപണ്ഡിതൻ പ്രിയങ്കരനായ ഉസ്താദ് സലാഹുദ്ദീൻ മദനി അവർകളാണ്. ഉസ്താദിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം വിശുദ്ധിയുടെ പാതയുടെ ഈ അധ്യായത്തിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, വിശുദ്ധിയുടെ പാതയിലെ ഇന്ന് ആദ്യം തിരഞ്ഞെടുത്തിരിക്കുന്ന കത്ത് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റംസാനായാൽ പല പരിപാടികളും പല ചാനലുകളിലും കാണാം. അതിൽ ജയ്ഹിന്ദ് TV സംപ്രേഷണം ചെയ്യുന്ന ഖുർആനിലൂടെ എന്ന പരിപാടിയാണ് പഠനാർഹവും ഉപകാരപ്രദവും. മതപരമായി വലിയ ഗ്രാഹ്യതയൊന്നുമില്ലാത്ത സാധാരണക്കാർക്ക് വിശ്വാസം മുതൽ വിവിധ മതവിശ്വാസികൾക്കിടയിലെ വിശ്വാസി എങ്ങനെയായിരിക്കണമെന്നതുവരെ വ്യക്തമായി ഗ്രഹിക്കാവുന്ന നിലയിൽ ഓരോ വിഷയവും കോർത്തിണക്കി ജനങ്ങളിലെത്തിച്ച, അനവധി തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കി ഇസ്ലാമിന്റെ സുതാര്യമായ സന്ദേശങ്ങൾ ഞങ്ങളിലെത്തിച്ച നിങ്ങളെ അഭിനന്ദിക്കാതെ വയ്യ. അഭിനന്ദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ. ഇത് അയച്ചത് മൂസാക്കുഞ്ഞ് എന്ന സഹോദരനാണ്, കാസർഗോഡ് നിന്നും. താങ്കൾക്ക് ഞങ്ങളുടെ പ്രത്യേകം നന്ദി തിരിച്ചും അറിയിക്കുന്നു. ഉസ്താദിന്റെ ശ്രദ്ധയെ അദ്ദേഹം പെടുത്തുന്നത് ഈ ഒരു വിഷയമാണ്. 30 ദിവസങ്ങളിലായി 30 വിഷയങ്ങളെങ്കിലും ഉസ്താദ് അവതരിപ്പിച്ചു കഴിഞ്ഞു. പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജിനെ കുറിച്ച്, കഅബയെക്കുറിച്ച് ഉസ്താദിലൂടെ കേൾക്കുവാൻ വളരെയധികം ആഗ്രഹമുണ്ട് എന്നാണ് മൂസാക്കുഞ്ഞ് എന്ന ഈ സഹോദരൻ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അമ്മാ ബഅദ്. ആദ്യം വിശുദ്ധിയുടെ പാതയിലൂടെ എന്ന ഈ പരിപാടി വീണ്ടും തുടങ്ങാൻ അനുഗ്രഹിച്ച അള്ളാഹുവിന് ഞാൻ ആദ്യമായി സ്തുതി അർപ്പിക്കുന്നു. അൽഹംദുലില്ലാ. ഒപ്പം ഇത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിക്കുന്ന ജയ്ഹിന്ദിൻ്റെ കുടുംബ അംഗങ്ങൾക്ക് മുഴുവനും, വിശിഷ്യ അതിൻ്റെ പ്രൊഡ്യൂസർക്കും മറ്റും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക കൂടി ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ. ഖുർആനിലൂടെ എന്ന പരിപാടി അവതരിപ്പിച്ചതിന് ശേഷം ഫോണിലൂടെയും മെയിലിലൂടെയും ഒക്കെ അനവധി ചോദ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങളുടെ എല്ലാം മറുപടി പലപ്പോഴും വ്യക്തിപരമായി അവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ചോദ്യങ്ങളുടെ വിശദീകരണം വന്ന ചോദ്യങ്ങളിൽ സാമൂഹ്യ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്ന, എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന നിലയിലുള്ള ചില ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ റമളാനിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്. ഈ വിഷയങ്ങളിൽ പലപ്പോഴും ഹജ്ജ് കടന്നുകൂടാറില്ല എന്നുള്ളത് ശരിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ റമളാനുമായി ബന്ധപ്പെടുന്ന മനുഷ്യന്റെ സംസ്കരണത്തിന് ഉതകുന്ന ഒരുപാട് വിഷയങ്ങളാണ് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് തെരഞ്ഞെടുത്ത് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കാറുള്ളത്. അതിന്റെ പൂർണ്ണതയാകുന്നു എന്ന അഭിപ്രായം ഇപ്പോഴും എനിക്കില്ല, കാരണം ചുരുങ്ങിയ സമയമായതുകൊണ്ട്. ഏതായിരുന്നാലും ഈ ചോദ്യം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഹജ്ജിന്റെ നാളുകൾ കൂടിയാണ് ഇത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുസ്ലിം പ്രതിനിധികൾ എന്നേ ഞാൻ പറയുകയുള്ളൂ. മുസ്ലിമീങ്ങൾ എന്ന് പറയാൻ അല്ല നമുക്ക് തോന്നുക. കാരണം ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മുസ്ലിമീങ്ങളുടെ പ്രതിനിധികളായി അവിടെ എത്താൻ ഭാഗ്യം സിദ്ധിച്ച ലക്ഷങ്ങൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭമാണിത്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 5-നോ 6-നോ മറ്റോ ഹജ്ജ് തുടങ്ങുകയും ചെയ്യും. ആ സ്ഥിതിക്ക് ഈ ചോദ്യം ഏറെ പ്രസക്തമാണ് എന്ന് ചോദ്യകർത്താവിനെ അറിയിക്കുകയും ഇതിന്റെ പൂർണ്ണമായ ഒരു രൂപം ഈ ചുരുങ്ങിയ വേളയിൽ എത്ര കണ്ടാകും എന്നെനിക്ക് സംശയമുണ്ട്. എന്നിരുന്നാലും ചെറിയ ഒരു
ഒരു ഓട്ടം ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പരിശുദ്ധ കഅബ ലോക മുസ്ലിമീങ്ങളുടെ ആശാകേന്ദ്രമാണ്, സ്നേഹത്തിൻ്റെ ഗേഹമാണ്. ആ ഗേഹത്തിലേക്ക് തിരിയാത്ത ഒരു നിമിഷവും ലോകത്തില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം ലോക മുസ്ലിമീങ്ങൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ട 5 നേരത്തെ നമസ്കാരം, ആ നമസ്കാരത്തിൻ്റെ വേളകളിലെല്ലാം അവർ തിരിഞ്ഞു നിൽക്കുന്നത് ആ ഗേഹത്തിൻ്റെ നേർക്കാണ്. സമയം മാറി മാറി വരുന്നതിനനുസരിച്ച് അതിലേക്കുള്ള തിരിയലും മാറിക്കൊണ്ടിരിക്കും. അപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാ സമയവും അതിലേക്ക് ആളുകൾ തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ആ ഒരു ഗേഹത്തിനല്ലാതെ, കഅബയ്ക്കല്ലാതെ വേറൊരു ഗേഹത്തിനും അവകാശപ്പെടാൻ ഇല്ല എന്നുള്ളതാണ് ചരിത്രവും വസ്തുതയും നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം. ഈ കഅബ ചരിത്രപരമായി ഭൂമിശാസ്ത്രപരമായി ഒക്കെ കണക്കാക്കപ്പെടുന്നത് ഏതാണ്ട് ഭൂമിയുടെ മധ്യഭാഗത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലുമുള്ളവർ അതിലേക്ക് ഇങ്ങനെ ഫേസ് ചെയ്യണം. അപ്പം നമ്മൾ മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പടിഞ്ഞാറോട്ട് ഖിബിലയ്ക്ക് നേരെ തിരിയുന്നു നമ്മൾ പറയുന്നു. അപ്പം ലോക മുസൽമാന്റെ ഖിബിലയാണ് കഅബ. അത് സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ്. മക്കയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിന്റെ ദിവസം തന്നെ അള്ളാഹു പവിത്രമാക്കിയ പ്രദേശമാണ് എന്നാണ്. അത്ര ശ്രേഷ്ഠതയുണ്ട് ആ പ്രദേശത്തിന്. സാധാരണ എല്ലാവരും അതിൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ അത് കുളിർമയോട് കാണുവാനും ആ ഇത്രയും നാൾ മനസ്സിൽ താലോലിച്ചിരുന്ന ആ ഗേഹം അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി നോക്കി നിൽക്കാനും ഒക്കെ വഴിയൊരുക്കുന്ന ഒരു സന്ദർഭമാണ് ശരിക്കും ഹജ്ജിന് പോയാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന അനുഭൂതി. ആ കഅബ കാണുമ്പോൾ അറിയാതെ അതിൻ്റെ മാഹാത്മ്യം വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ വേഷം ധരിക്കുന്നവർ, വിവിധ വംശത്തിലുള്ളവർ, നിറത്തിലുള്ളവർ എന്ന് വേണ്ട വൈവിധ്യങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളെല്ലാം ഒരേ വേഷത്തിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പം ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ കരുതിപ്പോവുക എന്നാണ്. അപ്പം ഇത്രയും നാള് ഞാൻ കഅബയ്ക്ക് നേരെ തിരിയുന്നു എന്ന് പറഞ്ഞിരുന്നത് നേർക്ക് നേരെ ആ കഅബ ലക്ഷ്യം വെച്ച് ആ കഅബയെ കരുതി യാത്ര പോകുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അത് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ 5-ാമത്തേതാണ്. ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം നമ്മൾക്ക് നമ്മുടെ നാട്ടിലോ പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയാണോ സമയമാകുന്നത് അവിടെ വെച്ച് നിർവഹിക്കാം. സക്കാത്താണെങ്കിൽ വർഷത്തിലൊരിക്കൽ നമ്മളുടെ വരുമാനം കണക്കാക്കി അതിൻ്റെ നിശ്ചിത ഓഹരി കൊടുത്തു വിട്ടണം. നോമ്പാണെങ്കിൽ നമുക്ക് എവിടെയും പോകേണ്ടതില്ല. ഹജ്ജ് അങ്ങനെയല്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തെത്തി നിശ്ചിത ദിവസങ്ങളിൽ, നിശ്ചിത സമയങ്ങളിൽ, നിശ്ചിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് ഹജ്ജായി മാറുക.